ഉണ്ടല്ലോ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു ദോശ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഹെൽത്തി ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു കപ്പിൽ തന്നെ ഇതിന്റെ 1/3 ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചരി എടുക്കുന്നതിന്റെ 1/3 ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. വെള്ളം നന്നായിട്ട് തെളിഞ്ഞു കിട്ടുന്നത് വരെ കഴുകിയെടുക്കണം. വെള്ളം നന്നായിട്ട് തെളിഞ്ഞു കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് അധികം വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഒരു 8 മണിക്കൂറെങ്കിലും ഇത് കുതിർത്തെടുക്കണം കേട്ടോ. എന്നാലാണ് ദോശ നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ ദോശമാവ്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം. നന്നായി കുതിർത്തെടുത്ത ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഡ്രെയിൻ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചരിയുടെ ചോറാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ല മട്ടരിയുടെ ചോറാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ആ കുതിർത്തെടുത്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പൊ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബൗളിലേക്കാണ് കേട്ടോ മാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊങ്ങുന്ന സമയത്ത് ഇത് പുറത്ത് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ ബൗള് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി മാവ് നന്നായി ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും ഇത് ഫെർമെന്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മാവ് ഫെർമെന്റ് ആയി കിട്ടുന്ന ആ ഒരു സമയത്ത് ഒരു 8 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഒരു ബീട്രൂട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് ഒന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം യൂസ് ചെയ്താണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ ഫെർമെന്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നുമില്ല, ബീട്രൂട്ട് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചില്ലേ, ആ ഒരു പേസ്റ്റ് ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല എളുപ്പത്തിലും അതുപോലെ നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല കാണാനും നല്ല ഭംഗിയുള്ളൊരു ദോശയാണിത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇതുപോലെയൊക്കെ ദോശ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് ഈസി ആയിട്ട് കഴിച്ചോളൂ കേട്ടോ. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ചൂടായി വരുന്ന സമയത്ത് 2 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പൊ നല്ല രീതിയിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു വാസനയാണ് കേട്ടോ ഈ ഒരു ദോശ ചുടുന്ന സമയത്ത്. അപ്പോ ഒന്ന് ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ടൊരു 30 സെക്കൻഡ് അത്രയും മതി കേട്ടോ ഈ ഒരു ദോശ കുക്കായി കിട്ടാനായിട്ട്. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മള് കുക്ക്ഡ് റൈസ് ചേർത്തത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും. അപ്പൊ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല തിന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല ചൂടോടെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ദോശയാണ്. ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് അവരത് കഴിച്ചോളും. നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ദോശ. ഇനി മാവ് അധികം സ്പ്രെഡ് ആക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനത്തെ സോഫ്റ്റ് ദോശയാണ് ഇഷ്ടമെങ്കിൽ ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇനി അതല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ദോശ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചുടുന്നതിന് മുമ്പായിട്ട് മാവിലേക്ക് ഒരു 2 ടീസ്പൂണോളം
അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രിസ്പി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു 2 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് ചുട്ടു കൊടുക്കുന്നതാണ് നല്ലത്. ടൊമാറ്റോ ചട്നിയുടെ കൂടെയും കോക്കനട്ട് ചട്നിയുടെ കൂടെയും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് ദോശ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.